ഇന്ത്യ US ബന്ധം കൂടുതൽ വഷളാകുന്നു എന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യയിൽ നിന്നും തങ്ങളുടെ രാജ്യത്തേക്ക് അരി കൊണ്ടുവന്ന് തള്ളരുത് എന്ന സൂചനയാണിപ്പോൾ, അല്ലെങ്കിൽ അത്തരമൊരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ നിലവിൽ ഇന്ത്യ പ്രതിവർഷം ഏകദേശം 1500 ലക്ഷം ടൺ അരി ഉൽപ്പാദിപ്പിക്കുകയും ഏകദേശം 200 ലക്ഷം ടൺ അരി കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ അരി ഉൽപാദനം ഏകദേശം 1501.84 ലക്ഷം ടൺ ആണെന്നാണ് കണക്കുകൾ പറയുന്നത്. മുൻ വർഷത്തേക്കാൾ ഏകദേശം 123.6 ലക്ഷം ടൺ കൂടുതലാണ്. 2023-24 ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അരി ഉൽപാദനം ഏകദേശം 1378.25 ലക്ഷം ടണ്ണാണ്. 2022-23 വർഷത്തിൽ ഇത് ഏകദേശം 1357.55 ലക്ഷം ടണ്ണിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന അരിക്ക് പോലും ട്രംപ് വില നൽകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഇനിയും അരി കയറ്റി അയച്ചാൽ ഉയർന്ന ടാരിഫ് ചുമത്തിക്കൊണ്ട് അത് നിർത്തലാക്കുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി അമേരിക്കൻ ഉൽപ്പാദകരെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ സ്ഥിതി തുടർന്നാൽ ടാരിഫ് ഉയർത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് ഭീഷണി മുഴക്കുന്നത്. പ്രശ്നം പരിഹരിക്കാൻ വളരെ എളുപ്പമാണ് എന്നും 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പരിഹരിക്കാൻ തീരുവകൾക്കാകുമെന്നാണ് ട്രംപിന്റെ വാദം. അതേപോലെ തന്നെ ഇന്ത്യ അവരുടെ അരി അമേരിക്കയിലേക്ക് തള്ളിവിടാൻ പാടില്ല എന്നതാണ് ട്രംപ് പറയുന്നത്. ട്രഷറി സെക്രട്ടറിയായ സ്കോട്ട് വിറ്റ്കോഫ് ആകട്ടെ ഇത്തരത്തിൽ കാർഷിക സെക്രട്ടറി ബ്രൂക്ക് റോവൽസും പങ്കെടുത്ത ഒരു കാർഷിക മേഖലയിൽ നിന്നുള്ളവരുടെ യോഗത്തിലാണ് ഇന്ത്യക്കെതിരെയുള്ള ട്രംപിന്റെ ഇത്തരമൊരു പരാമർശവും ഭീഷണിയും പുറത്തു വരുന്നത്. ലോകത്തിലെ പ്രധാന അരി ഉപഭോക്താക്കളിൽ ഒരാളായ അമേരിക്ക പ്രതിവർഷം ഏകദേശം 50 ലക്ഷം ടൺ അരികളാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഏകദേശം 1/3 അവർ ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. 2023-24 വ്യാപാര വർഷത്തിൽ US-ലെ മൊത്തം അരി ഉപഭോഗം ഏകദേശം 49 ലക്ഷം ടണ്ണാണ്. 2023-24 വർഷത്തിൽ US-ന്റെ അരി ഇറക്കുമതി ഏകദേശം 15 ലക്ഷം മെട്രിക് ടണ്ണായിരുന്നു. തായ്ലാന്റ്, ഇന്ത്യ, വിയറ്റ്നാം, ചൈന, പാകിസ്ഥാൻ എന്നിവ ഉൾപ്പെടെ തന്നെ രാജ്യങ്ങളിൽ നിന്നായിരുന്നു അമേരിക്ക പ്രധാനമായും അരി ഇറക്കുമതി ചെയ്തിരുന്നത്. അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്നത് തായ്ലാന്റും ഇന്ത്യയും ഉയർന്ന ഗുണനിലവാരമുള്ള അരിയായിരുന്നു ഇത്തരത്തിൽ പ്രധാനമായും തന്നെ കയറ്റുമതി ചെയ്തത്. അതേപോലെ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മൊത്തം അരിയുടെ ഏകദേശം അളവെന്ന് പറയുന്നത് 86% ബസുമതി അരിയാണ്. പ്രതിവർഷം ഏകദേശം 3 മുതൽ 3.5 ലക്ഷം ടൺ അരി വരെയാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ US-ലേക്ക് ബസുമതി കയറ്റുമതി ഏകദേശം 2.74 ലക്ഷം ടണ്ണും ബസുമതി അരി ഇനങ്ങളുടെ കയറ്റുമതി ഏകദേശം 0.61 ലക്ഷം ടണ്ണും എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം $337.10 മില്യൺ ആ ഒരു ബസുമതി അരിയാണ് 2024-25 സാമ്പത്തിക വർഷത്തിൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഇത്രയധികം രീതിയിൽ ഇന്ത്യയിൽ നിന്നും അരികൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നതിൽ ട്രംപ് ഇപ്പോൾ വലിയ രീതിയിൽ അസ്വസ്ഥനാവുകയും എന്നാൽ തങ്ങളുടെ നാട്ടിലേക്ക് ഇനി ഇന്ത്യയുടെ അരികൾ വേണ്ട എന്ന് തറപ്പിച്ച് പറയുകയുമാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.